ഹലോ അറബാബ്. ഒന്നുകിൽ വിളിക്കുന്ന ഇയാൾക്കൊരു ഉളുപ്പാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന എനിക്ക്. ചുമ്മാ തന്നേക്ക് വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 2000 ലിറ്റർ കറந்து കൊടുക്കാം. 2000 ലിറ്റർ. ഞാൻ ഇവിടെ സുഖമായിട്ടെത്തി. ജോലിയുടെ കേസ് ഇവിടെ ഒന്നും പേടിക്കണ്ട. ബാസിയാണ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങേര് ഇവിടത്തെ ഷേക്കല്ലേ. അമ്മ അതാ ഇവിടെ ഒരു കിറുക്കം നിൽക്കുന്നു. ഞാൻ അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. നിന്റെ അറബി അൽ മുബാറക്ക് ബാസി അറബി ഒന്ന് വിളിയടാ. എടാ കൊഞ്ചു രവി, ഞാൻ തന്നെടാ ബാസി. ബാസിയണ്ണ? കാച്ചിയണ്ണേ. കാച്ചിയണ്ണല്ല, ബാസിയണ്ണ. നിങ്ങളായത് നിങ്ങളുടെ നാട്ടിൽ ഇവിടെ ഭയങ്കര ഷേക്കാണെന്ന് പറഞ്ഞിട്ട് ഇതൊരുമാതിരി ഷോക്ക് അടിച്ച പോലെ ആയപ്പോലണ്ണ. എന്നാലും എന്ത് കോലമുള്ള ഇത്. ചുവന്ന് തുടുത്ത് ഇരുണ്ട് കറുത്ത് കരുവാളിച്ച് ഒരുമാതിരി ചുട്ട കരുവാടിനെ പോലെ എന്തൊരു കോലമുണ്ടായത്. അതല്ല ഒന്നുമല്ല. പൊഴിഞ്ഞു കിടക്കുന്ന ഈത്തപ്പഴെങ്കിലും എടുത്ത് കഴിച്ചൂടെ. വർദ്ധിക്കട്ടെ. എന്തിനാണ് ഇവിടത്തെ ഈത്തപ്പഴത്തിന്റെ ഒരു കവർപ്പ്? അതിനൊക്കെ നാട്ടിലായാലും ഇവിടെ ആട്ടും കാട്ടത്തിന് ഇങ്ങനെ കവർപ്പുണ്ടാവും. ആട്ടുകാട്ടോ ഇത്? ആട്ടുകാട്ടാണോ ഇത്? അണ്ണ ഇത്തിരി എടുത്ത് കളയണ ഇത്. നിനക്കെടുത്ത് കളഞ്ഞൂടെ? അണ്ണ ഞാൻ ആട്ടുകാട്ട കൈ കൊണ്ട് തൊടൂല, എനിക്ക് മനം മറിക്കും. തുപ്പടാ അങ്ങോട്ട്. ഇപ്പൊ നിനക്ക് മനസ്സിലായി എന്റെ ജീവിതം ഇങ്ങനെയാണെന്ന്. ഒരു മുട്ടനാടൻ മുഷിട്ട് നാറ്റം അടിക്കുന്നുണ്ടാ? എന്നാ അടിക്കുന്നുണ്ട്. എവിടെ വന്നത്? ഇവിടെ പുച്ഛമല്ലേടെ? പുച്ഛമല്ലാണ്. ഇപ്പൊ ചവച്ച ആട്ടിൻകാട്ടത്തിന്റെ പകുതി വായിക്കാത്ത കടന്നത്. നീ അത് കളഞ്ഞില്ലേടേ? എന്നാലും നാട്ടിൽ എങ്ങനെ കടന്നിരുന്ന അണ്ണനാണോ നിങ്ങള്? 24 മണിക്കൂറും ബെൻസ് കാറിലല്ലേ ഞാൻ കടന്നത്. അല്ല, നിങ്ങള് 2 അടിച്ച് ഓടയിലല്ലേ കടന്നത്? പിന്നെ അത് പറയണത് അതല്ലാണ്. നിങ്ങൾ കഴിഞ്ഞ മാസം നാട്ടിൽ വന്നപ്പോ നല്ല ചുവന്ന് തുടുത്തല്ലേ ഇരുന്നത് നിങ്ങള്? ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് 8 വർഷമായി. അപ്പൊ കഴിഞ്ഞ മാസം നാട്ടിൽ നിങ്ങളെ കണ്ടതാ? എന്റെ ഫിഗർ ചെയ്യണ വെളുത്ത് തൊടുത്ത ഒരു പയ്യനെ ഞാൻ നാട്ടിലേക്ക് അയക്കും. അത് ഞാൻ ഈ കോലകത്തിൽ അങ്ങ് പോയ ആരും മനസ്സിലാക്കാനടാ. അതുകൊണ്ട് അവൻ അയക്കുന്നത്. അവന് മാസാമാസം ചെറിയൊരു പൈസയും കൊടുക്കും. അവൻ നന്നായിട്ട് അവിടെ അഭിനയിക്കുകയും ചെയ്യും. എന്തായാലും നിങ്ങൾ പറഞ്ഞുകൂടെ അവിടെ നന്നായിട്ട് അഭിനയിച്ച് കയറ്റുന്നുണ്ട്. ചേച്ചിയും കൊണ്ട് ആ ബീച്ചിൽ പോകുന്നുണ്ട്, പാർക്കിൽ പോകുന്ന, അവിടെ എവിടെയൊക്കെ പോകുന്ന എനിക്കൊരു പിടുത്തമില്ല. അങ്ങനൊന്നും സ്ക്രിപ്റ്റിലില്ല. അവൻ കൈ നിട്ട് കളിക്കുകയാണ് തന്നെ. ചുമ്മാ ഇല്ല. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഞാൻ ഒരിക്കൽ കൂടെ നാട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞത്. അവനെ വിട്ടുകൊടുക്കാൻ ഞാൻ. നിങ്ങളെ കണ്ടവനൊക്കെ നാട്ടിൽ പറഞ്ഞു വിടാൻ നിങ്ങൾക്കൊന്ന് പോയിക്കൂടെ നാട്ടിൽ? ഈ കിങ്കോങ്ങിനെ പോലെ ഇരിക്കണം ഞാനാ. അണ്ണാ, മനുഷ്യന് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ വരും എന്ന് പറഞ്ഞ് സ്വയം കിങ്കോങ് ഒന്നും പറയല്ലേ. കിങ്കോങ്ങിനൊക്കെ ഭയങ്കര പൊക്കവും സൈസും ഉണ്ട്. ഇത് ഒറാങ്കുട്ടൻ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളു കാര്യം എന്ന് പറയാം. എനിക്ക് നാട്ടിൽ പോകാൻ ആഗ്രഹം ഇല്ലാത്തോണ്ട് നാട്ടിൽ പോകണം. എനിക്ക് ഈ ആടിനെ കൂടെ കൊണ്ടുപോയി പോകാൻ പറ്റുള്ളൂ. എങ്കിലും എയർപോർട്ടെങ്കിലും കടത്തി വിടൂ. ഈ ആടൻ അത്രയ്ക്ക് പിടിപാടാണ്? പിടിപാടുള്ളതല്ല, എന്റെ പാസ്പോർട്ട് വിഴുങ്ങിയ പട്ടിയാണ് ഈ നിൽക്കുന്നത്. പിന്നല്ലാതെ വല്ലാത്തൊരു നരക ജീവിതം തന്നെയാണോ നിങ്ങളത്? ആര് പറഞ്ഞു നരക ജീവിതം? ഞാനിവിടെ സുഖിച്ചാണ് ജീവിക്കുന്നത്. സത്യം. ഈ നിൽക്കുന്ന ആടുകൾ ആരും എന്നെ മീൻചട്ടി എടുത്ത് തലക്കടിക്കാറില്ല, എന്റെ ഭാര്യയെ പോലെ. അണ്ണാ, ചേച്ചിയെ പറ്റി അങ്ങനൊന്നും പറയല്ലേ. അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് വെച്ചാൽ അണ്ണന് വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നെന്ന് അറിയാമോ? അച്ചപ്പം, മുറുക്ക്, പക്കാവിട, കാച്ചിയെണ്ണ, അച്ചാറ്. നിങ്ങൾ എന്തിനാ എനിക്ക് ഡബ് ചെയ്യണം? ഇതല്ല ഞാൻ പറയണ്ടല്ലേ. എടാ, നാട്ടിൽ നിന്ന് വരുമ്പോ ഇതൊക്കെ അല്ലേടാ കൊടുത്തു വിടുള്ളൂ. ഓ, അങ്ങനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ഇഷ്ടംപോലെ ഈത്തപ്പഴം അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഞാൻ കഴിക്കൂല. എടാ, 8 വർഷമായി ഞാൻ നാട്ടിൽ പോയിട്ട്. ഇതൊക്കെ കഴിച്ചിട്ട് എന്തിനാണ് ഞാൻ എരുതിയിൽ എണ്ണ ഒഴിക്കണത്? ശരി, കൊള്ളാല്ലേ. പിന്നൊരു കാര്യം, ഞാൻ ഈ ജോലി തെരഞ്ഞെടുത്തതൊന്നും അല്ല. നിനക്കറിയാലോ, എന്റെ അച്ഛന്റെ പ്ലെയിൻ ക്രാഷിന് ശേഷം എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. പ്ലെയിൻ ക്രാഷാ? സീറ്റ് വെച്ചിടാൻ മറന്നു. എടാ, അതിനൊക്കെ ഫ്ലൈറ്റിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. എടാ, പാലോട് മേളയിൽ ഇങ്ങനെ കറങ്ങുന്ന കളിപ്പാട്ടം പോലത്തെ ഒരു പ്ലെയിൻ ഉണ്ടല്ലോ. അതിനകത്ത് സീറ്റ് ബെൽറ്റ് ആര് കയറുന്നു? ഫസ്റ്റ് കറക്കത്തിന് തന്നെ ഈ മിക്സിന്ന് ജാറിന്ന് മറ്റേ പീര തെറിക്കും പോലെ നേരെ അങ്ങ് തെറിച്ച്. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് 5 രൂപ പാസ് എടുത്തിട്ട് അച്ഛൻ അല്ലലൂഞ്ഞാലിൽ വരെ കയറി ചെന്ന് അടിച്ചിട്ടാണ് താഴെ വീണത്. അതുകൊണ്ടല്ലേ ഈ ജോലി ചെയ്യുന്നത്. എനിക്ക് ടെൻഷൻ കാരണം നിൽക്കാൻ വയ്യ. നിങ്ങൾക്ക് ഈ ടെൻഷന്റെ കാര്യം എന്തിനാണ്? എടാ, ഇവിടെ 200 ആടുണ്ട്. 2000 ലിറ്റർ പാല് ഞാൻ കൊടുക്കണമെന്നാണ് അറിവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എങ്ങനെ കറന്നു കൊടുക്കാൻ? നിങ്ങളെ ജോലി അതാണെങ്കിൽ കറന്നു കൊടുക്കണം. ഞാൻ ഇവിടെ ചെറിയൊരു റേഡിയോ വാങ്ങിച്ചു വെച്ച് പാട്ട് കേൾക്കുമ്പോഴെങ്കിലും മൃഗങ്ങൾ പാല് ചുരത്തുമല്ലോ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതും എടുത്ത് വിഴുങ്ങിയടായത്. എന്നിട്ട് ഇപ്പൊ ഇതിന്റെ അകടി പിടിച്ചു കഴിഞ്ഞാൽ ആകാശവാണിയൊക്കെ ഇതിന്റെ കൊമ്പി പിടിച്ചു കഴിഞ്ഞാൽ കൃഷിദീപം കേൾക്കാം. സ്റ്റേഷൻ മാറ്റണതാ. ഇതിന്റെ വാലി പിടിച്ചിങ്ങനെ തിരിക്കുക. അപ്പൊ എന്തായാലും 2000 ലിറ്റർ പാല് കറന്നെടുക്കാൻ പറ്റുമല്ലോ. അതെങ്ങനെയാടേ? വവ്വാല് ലൈൻ കമ്പിൽ കിടന്ന് തൂങ്ങും പോലെ ഇതിന്റെ അകടി കിടന്ന് തൂങ്ങിയാലും അത് ആകെ 10 ലിറ്റർ കിട്ടുന്നുള്ളൂ. നീ കണ്ട അതാ കറന്ന് വെച്ചേക്കുന്നത്. ഇതെന്തിനാണോ ചുവന്ന പാല? ചുവന്ന പാലല്ല, കറന്ന് ചോര വന്നതാണ്. 2 ആട് വീണ് ചാവുകയും ചെയ്ത്. ഈ ചോരപ്പാല അങ്ങനെ അറബിക്ക് കൊടുക്കും? ചോരപ്പാല ആര് പറയുന്നു? ആടിന്റെ പൂടയും കൂടെ പറിച്ചിട്ട് കുങ്കുമപ്പൂ കലക്കിയ പാലെന്ന് പറഞ്ഞു കൊടുക്കും. ബുദ്ധി തന്നെ നിങ്ങൾക്ക്. ആടിന്റെ പേര് അഗസ്ത്യനാണോ? ആടിന്റെ പേരാ അങ്ങോട്ട് മാറിയിക്കാൻ പറഞ്ഞത്. ഓ, അപ്പൊ അറബി പഠിച്ചിട്ടുണ്ടല്ലേ? ഇല്ല, 10ാം ക്ലാസ് 2 തവണ തോറ്റിട്ടുണ്ട്. അപ്പം പഠിച്ചു കാണൂല. ആര്? അറബി. അതല്ലെന്ന്, അറബി സംസാരിക്കുമെന്ന്. സംസാരമൊന്നുമില്ല, വന്നാ കുരിച്ചിരുത്തി തന്നെ ഇടിയാണ്. പറഞ്ഞാലും മനസ്സിലാവൂലെന്ന് പറഞ്ഞ അണ്ണ. നിങ്ങൾ അറബി പറയുമെന്ന് പറയുമെന്ന്. അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മളെ മൂഡ് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും അതിന്റെ അർത്ഥ വ്യത്യാസം വരുന്നത്. അത് നിന്റെ അച്ഛൻ
നിങ്ങളിപ്പോ എന്തിനാ എന്റെ അച്ഛനെ വിളിച്ചത്? നീ എന്നെ യാറാ ലഹബി എന്ന് വിളിച്ചതാ? യാറാ ലഹബി എന്ന് വിളിച്ചാൽ ഞാൻ തെറിയാണോ? പിന്നല്ലാതെ നിന്റെ മൂഡ് എനിക്ക് കളിയാക്കും പോലെയായിരുന്നു തോന്നിയത്, അതുകൊണ്ടാണ് തെറിയാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറബിയൊന്നും അറിഞ്ഞൂടല്ലേ? നീ പോടെ ഇവിടെ കംപ്ലീറ്റ് നോക്കി കഴിഞ്ഞാൽ മണലാരണ്യം മാത്രമേ ഉള്ളൂ. ഒരുത്തൻ നാട്ടിൽ നിന്നിട്ട് എന്നെ കളിയാക്കാൻ വേണ്ടി അതല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ മണൽക്കാറ്റ് അടിക്കോണ്ടാ? വരുന്നവനും പോകുന്നവനും എല്ലാം എന്നെ അടിക്കുന്നുണ്ട്, പിന്നെ മണൽക്കാറ്റ് മാത്രം എന്തിനു കുറയ്ക്കുന്നത്? അതും അടിച്ചിട്ട് വോട്ട്. അല്ലാണ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇങ്ങോട്ട് വരി. ഈ അറബി നാട്ടിലെ ഇഷ്ടം പോലെ ഭയങ്കര കടുത്ത നിയമം എന്നൊക്കെ പറയുന്നത് ഉള്ളതാണ്. ആ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എന്റെ ശിക്ഷയാണ് കടുക്കുന്നത്. എന്താണ് ശിക്ഷ? ഇവിടെ സ്ത്രീകൾ അറിയാതെ എങ്ങാനും നോക്കിപ്പോയി കഴിഞ്ഞാൽ 100 ചാട്ടവരുടെ മുതുകിൽ തരും, അതാണ് ശിക്ഷ. പിന്നെ എനിക്കൊരിക്കൽ കിട്ടിയതല്ലേ? മുതുകത്ത് കിട്ടിയ 100? ഇല്ല, ഞാനും അറബിയും തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ചിട്ട് മുതുകിന്നുള്ള ചാട്ടവാരടി നൈസിനെ ഒഴിവാക്കി തന്നു. തന്നെ വാ ഇരിയണ കാര്യങ്ങൾ ഇരിക്കാൻ പറ്റൂല, മുതുകിന്ന ചാട്ടവാരടി ഒഴിവാക്കിയോളൂ. അടിച്ച് തുലച്ചു കളഞ്ഞല്ലേ? പിന്നെ അടിച്ച് ഒട്ടിച്ചു കളഞ്ഞു. ഇപ്പൊ ബ്ലാക്ക് മാർക്ക് വെച്ചാണ് വരച്ചു വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് കൺഫ്യൂഷൻ അടിക്കൂലേ? അണ്ണാ എന്താണ് എന്തോന്ന് വേഷം ഉണ്ടായത്? കൊള്ളൂലേ? വൃത്തിയായിട്ട് നടന്നുകൂടെ നിങ്ങൾക്ക്? കൊള്ളൂല ഈ വേഷം. ഇതേപോലെ പളപളന്ന് ഞാൻ വന്നത് തന്നെ. ഇനി ആടിന്റെ ഇടയിൽ ആര് കാണാനാണ്? അങ്ങനെയാണ് ഈ വേഷമുള്ള ഊരി കളഞ്ഞിട്ട് ഒന്നുമില്ലാതെ ഇവിടെ നടന്നുകൂടെ? ഇവിടെ കുറച്ച് ആടുകൾ മാത്രമേ ഉള്ളൂ കാണാൻ. അങ്ങനെ പറയല്ലേ. ഒരു ദിവസം ഞാൻ തുണിയൊക്കെ നനച്ചിട്ടിട്ട് ഞാൻ ആ ആട്ടുംകൂട്ടിൽ കയറി കിടന്ന് ഉറങ്ങിയാണ്, തുണിയില്ലാതെ. ആ നിൽക്കുന്ന ആടിനെ കണ്ട? എന്റെ അമ്മോ, മുട്ടനാട്. മുട്ടനാടാ. അവൻ എന്റെ മുഖത്ത് നോക്കി ചെറിയൊരു എക്സ്പ്രഷൻ. എന്തിനീ? എന്താണ് നിങ്ങളെ മുട്ടനാട് ശബ്ദമല്ല, കറക്റ്റ് ഡിറ്റോ ആണ്. കറക്റ്റ് ഡിറ്റോ ആണ്. പൃഥ്വിരാജിന്റെ ആട് ജീവിതത്തിൽ 7 ആടിനാണ് ഞാൻ ഡബ് ചെയ്തത്. അത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളെ നമ്പിയാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് എങ്ങനെ നിങ്ങളൊരു ജോലി റെഡിയാക്കി? എനിക്ക് ഞാൻ ജോലി റെഡിയാക്കി തരാം. നിനക്ക് സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടോ? സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഗ്രി എന്നെ വേണമെന്നില്ലായിരുന്നു. എനിക്ക് എന്തെങ്കിലും നല്ലൊരു ജോലി തന്നെ റെഡി ചെയ്ത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോക്കി ഇരിക്കുന്നു. നിങ്ങൾ എന്തോന്ന് പറയാണിക്കുന്നത്? എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആറ്റുകാട്ട് എടുത്ത് കളയണത്. നീ കിടന്ന് ചാടുന്നതോ ആട് പ്രസവിച്ചെടുക്കുന്നുണ്ട? അതിന്റെ MBA സർട്ടിഫിക്കറ്റിന്റെ പുറത്താണ്. അപ്പൊ ഇവിടെ ജോലി വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലേ? സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഞാൻ ചെയ്യുന്ന ജോലിക്ക്. അണ്ണാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത എന്ത് ജോലിയാണ് ഇവിടെ? നിനക്ക് എന്ത് ജോലി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ അതാ ഒരാടും കൂടെ വീണ് ചത്തിട്ടുണ്ട്. അതിന് അപ്പൊ എന്റെ ജോലി നിനക്ക് ചെയ്യാം. എടാ വൈകുന്നേരം 5 മണിയാകുമ്പോ അറബി വരും. ആടിന്റെ എണ്ണം കറക്റ്റാ കൊടുത്തില്ലെങ്കിൽ 1000 ചാട്ടവരടി കിട്ടും. 500 നിനക്ക്, 500 എനിക്ക്. 500 അടി ഞാൻ എന്തിനു വാങ്ങണം? നീ ഷെയർ ചെയ്യണം പകുതി. അതെന്തിന്? അതല്ലേ പറഞ്ഞത്. ഇങ്ങനെ കുറിഞ്ഞിരി പറഞ്ഞിരി. അറബി ഇപ്പം വരും. ഇങ്ങനെ നിന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ വിളിക്കണം. എന്തിനു വിളിക്കണത്? യാറാ ലഹബി വിളിയടാ. യാറാ ലഹബി നിങ്ങളുടെ അച്ഛൻ. അത് ന്യായം.